Hi everyone. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബട്ടൺ ഹോൾ ഫ്ലവർ ആണ്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഒരു സാരിയിൽ ഞാൻ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എങ്ങനെയായിരിക്കുന്നത് നോക്കാം. ദാ ഈ കാണുന്നത് ഈ സാരിയിൽ ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് ആണ്. ചെറിയ ബഞ്ചസും വലിയ ബഞ്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല ഫോൾഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഗ്രീൻ സാരി ആൻഡ് ലാവൻഡർ വളരെ നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഒത്തിരി പേര് എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഡൗട്ടാണ് ഈ സാരിയിൽ ഏത് കളർ ത്രെഡ് ആയിരിക്കും മാച്ചായിട്ട് വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ കളർ കോമ്പിനേഷൻ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടും വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാ ഈ കാണുന്ന ഡിസൈൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഈ വരച്ച ഔട്ട്ലൈൻ നമുക്ക് സാരിയുടെ താഴെ വെച്ചിട്ട് ബ്ലാക്ക് പെൻ കൊണ്ട് ട്രേസ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് സാരി ആണെങ്കിൽ നമുക്കിങ്ങനെ പിക്ചേഴ്സ് ബാക്കിൽ വെച്ച് ട്രേസ് ചെയ്യാം. അത് വളരെ ഈസിയാണ്. ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത സാരി ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട്. ഇതാ എവിടെയാണോ പിക്ചർ വരക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാനൊരു പിൻ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ വേണം ഈ പിക്ചർ പ്ലേസ് ചെയ്യാൻ. സാരി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് പിക്ചർ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇതേപോലെ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ പേപ്പറിൽ നല്ല ബ്ലാക്ക് മാർക്കർ കൊണ്ട് വേണം വരയ്ക്കാൻ. എന്നാലേ നമ്മൾ ഏത് കളർ സാരി ആണെങ്കിലും മേളിൽ കൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വരയ്ക്കുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ബോൾ പോയിൻറ്റ് പെൻ യൂസ് ചെയ്യുക. ജെൽ പെൻ ഒന്നും യൂസ് ചെയ്തിട്ട് വരയ്ക്കരുത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇങ്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൂടി ബ്ലാക്ക് കളർ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ബോൾ പോയിൻറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരയ്ക്കുന്നതിന് മുന്നേ സാരിയും നമ്മുടെ ഈ പേപ്പർ നമ്മൾ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ ഡിസൈൻ ആണെങ്കിൽ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ ഡിസൈൻ ആണെങ്കിൽ നീങ്ങി പോവാതിരിക്കാനായിട്ട് പിൻ ചെയ്യുക. ഇതാ നമ്മുടെ ട്രേസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 6 strands എടുത്താലാണ് കുറച്ച് തിക്കായിട്ട് ഫ്ലവർ ഫീൽ ചെയ്യുള്ളൂ. എൻ്റെ അടുത്ത് ഈ ഡിസൈൻ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചു ഇത് ആപ്ലിക് വർക്കാണോ എന്ന്. അത്രയും തിക്കായിട്ടാണ് നമ്മൾ ഈ ത്രെഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൊജക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ 6 strands ത്രെഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 strands അല്ലെങ്കിൽ 4 strands എടുത്താലും മതി. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നീറ്റായിട്ട് വരുന്ന വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിസൈനിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ വന്ന് എങ്ങോട്ടെങ്കിലും നീങ്ങിപ്പോയാൽ എപ്പോഴും അത് അഴിച്ചിട്ട് ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും ഭംഗി. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു എന്താ പറയുക, ഏത് കളറാണ് ഗ്രീനിൽ യൂസ് ചെയ്യുന്നത്, ഏത് ഫ്ലവേഴ്സാണ് നമ്മൾ അതിൽ കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ എപ്പോഴും ഡൗട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഞാൻ ചെയ്യാറുള്ളത്, എനിക്കൊരു ഡയറി ഉണ്ട്. ഡയറിയിൽ ഇതിനെക്കുറിച്ച്, അതായത് ഗ്രീൻ കളറാണെങ്കിൽ അതിലേത് കോമ്പിനേഷൻ ചെയ്യാം അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനെക്കുറിച്ചും കുറച്ച് റഫായിട്ട്, അതായത് നമ്മൾ ലെക്ചർ നോട്ട് എഴുതുന്ന പോലെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഗ്രീൻ കളർ ചില സമയത്ത് നോട്ട് ചെയ്യാൻ കളർ കോമ്പിനേഷൻ എഴുതി വെക്കുക. അപ്പോൾ അതിന് മാച്ച് ആവുന്ന കുറച്ച് കളേഴ്സ് അതിൻ്റെ താഴെ നോട്ട് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഏത് ഫ്ലവേഴ്സോ ഏത് ഡിസൈനോ ചെയ്യുമ്പോഴും അതിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിലാണ് കാണാനായിട്ട് ഭംഗി. അല്ലെങ്കിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ കുട്ടികൾ ചെയ്ത പോലത്തെ വർക്ക് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് കളറാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ കിട്ടാത്തതിൽ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, മെസ്സേജസ് ഇടാറുണ്ട്. സാരികളാണെങ്കിലും ഓരോ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആയാലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എടുത്ത് വെച്ചതും എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ചുകൂടി ടൈം വേണം. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി വെക്കേഷന് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്ക് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയ സാരിൻ്റെ വിധത്തിൽ 2-3 സാരിയുടെ വർക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്രിസ്മസിന് നമ്മൾ ഓൾമോസ്റ്റ് വൈറ്റ് കളർ സാരീസാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതിൽ റെഡ് കളർ വർക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു ഷെയ്ഡിൽ 2 സാരി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താലാണല്ലോ നിങ്ങൾക്കും അത് ക്രിസ്മസിന് മുമ്പ് ചെയ്തിട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ നമ്മുടെ ബട്ടൺ ഹോൾ ഫ്ലവർ ഇങ്ങനെ ഓൾമോസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഫ്ലവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്റ്റിച്ചസ് അടുത്തടുത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ ഫ്ലവറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയും കിട്ടുള്ളൂ. എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഡിസൈൻ്റെ താഴെ വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നീഡിൽ കുത്തുന്ന സമയത്ത് വിരൽ പതുക്കെ ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ ഇത് കുത്തിയെടുക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിരലുകൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കുന്നത്.
നമ്മുടെ ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലീവ്സും ചെയ്യുന്നത് കേട്ടോ. ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്രീനിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്നാലാണ് ഇതിൻ്റെ ഡയറക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഏത് ഡയറക്ഷൻസിലേക്കാണ് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലീഫ് ചെയ്യാനായിട്ട് 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെ ഷെയ്ഡ് എടുക്കുമ്പോൾ അതായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഷെയ്ഡ് എടുക്കുക. പിന്നെ കുറച്ച് ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിലാണ് ഇതായി കാണുന്ന പോലെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചതനുസരിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ അടുത്തടുത്ത് വരുന്ന ലീവ്സ് ചെയ്യുമ്പോഴേക്കും ലൈറ്റും ഡാർക്കും ഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു സൈഡിൽ ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ അതിനോട് അടുത്ത് വരുന്ന ലീഫിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന സൈഡിലേക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക, എന്നാലേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഒരു സൈഡിലെ ലീഫിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിസൈൻ രണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡ്, അതായത് ലീഫിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ചെയ്തതും ഡാർക്ക് ഷെയ്ഡ് ചെയ്തതും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ത്രെഡ് എടുക്കുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് എടുക്കണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ എങ്ങനെ ചെയ്യാം, അതാണ് ഞാനിവിടെ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാ നമുക്ക് ചെയ്യാനുള്ള കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഡിസൈൻ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും തിരിച്ചു പിടിക്കാം കേട്ടോ. നമുക്ക് ഏതാണോ ഈസി അതനുസരിച്ചിട്ട് വേണം ഡിസൈൻ നമ്മൾ കയ്യിൽ പിടിക്കാനായിട്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ടേബിളിൻ്റെ മേലിൽ വെച്ചിട്ടാണ്. അപ്പോൾ മേലിൽ വെക്കുമ്പോൾ നമുക്ക് ഫ്രെയിമിൻ്റെ ഒരു സൈഡ് ടേബിളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മറ്റേ സൈഡ് കൊണ്ട് മറ്റേ സൈഡിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിലും ഇത് അധികം ഷെയ്ക്ക് ആവാതെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ഒരേപോലെ വരുവാണ്, അതേപോലെ അങ്ങനെയാണെങ്കിൽ ആ യുണീക്കായിട്ട് വരുവാണെങ്കിൽ മാത്രമാണ് നമ്മുടെ വർക്ക് കാണാനായിട്ട് ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടെ ടൈം എടുത്ത് ചെയ്യാം. ഇതാ ഇവിടെ സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഫ്ലവറിൻ്റെ താഴെ കാണുന്ന സ്റ്റെമ്മെല്ലാം സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ചെയ്യാനായിട്ട് 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സാരി കുറച്ച് ഡാർക്ക് കളർ ഗ്രീൻ ആയതുകൊണ്ട് സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്താലാണ് നമ്മൾ കാണുമ്പോഴേക്കും കുറച്ച് ഒരു കളർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതല്ല ഡാർക്ക് കളർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസൈൻ കുറച്ച് ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതേപോലെ സ്റ്റെം ചെയ്യുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, കുറച്ച് സാരിയിൽ നിന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഷെയ്ഡ് എടുക്കുക. ഈ വീഡിയോ എടുത്തിട്ട് ഒരു 1 വീക്കായി. തിരക്ക് കാരണം ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. ഇപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ ഒരു 4:30 മണിക്കാണ് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാട്ടോ കോഴി കൂവുന്ന ശബ്ദമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നത്. റൂമിൻ്റെ ഡോർ അടച്ചിട്ടിട്ട് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്കോ പോലത്തെ ഒരു വോയിസ് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഇനിയും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആയാൽ പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോ ഒക്കെ ഡിലേ ആവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാം. നമ്മുടെ സ്റ്റെം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മേളിൽ കാണുന്ന സ്റ്റെം ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് കൂടി ഇതിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്ക് സ്റ്റിച്ച് കൊടുത്തത്. പിന്നെ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്ലവറിൻ്റെ മേളിലായിട്ട് കാണുന്ന ഈ 2 സ്റ്റെം ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഇതേപോലെ ബേസിക് സ്റ്റിച്ചസ് യൂസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് രസമായിരിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലെ ഈ സ്റ്റിച്ച് നമുക്കിതിൽ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നി ചിക്കൻകാരി വർക്കിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും ബാക്ക് സ്റ്റിച്ചിൻ്റെ സ്റ്റെം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഇനി നെക്സ്റ്റ് കളർ ഒരു സാരി ചെയ്യുമ്പോൾ അതിൽ ഏത് കളേഴ്സൊക്കെ യൂസ് ചെയ്യും, ഇത്ര ഭംഗി കിട്ടുമെന്നൊക്കെ. നമ്മുടെ ഡിസൈനും പിന്നെ കളർ കോമ്പിനേഷനും ഇതെല്ലാം അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും ഭംഗി കിട്ടുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഈ വർക്കിനെ പറ്റി മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചില സമയത്ത് ആളുകൾ ചോദിക്കാറുണ്ട് ജോലി തിരക്ക് കാരണമാണോ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി മ്യൂസിക് ഇടുന്നതെന്ന്. അത് സത്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതെന്നാണെങ്കിൽ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ചേരം ഇങ്ങനെ സംസാരിക്കാം, അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും ക്ലിയർ ആവുമെന്ന്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒത്തിരി പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് വീഡിയോ ഞാൻ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ എല്ലാവരോടും വളരെ താങ്ക്സ് പറയാം കേട്ടോ. ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതേപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് കുറച്ച് യൂസ്ഫുൾ ആവണം, അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്നൊക്കെയാണ്.
ഇതാ നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുക്ക് ചെറിയൊരു ഡിസൈൻ കൂടി ചെയ്യാം. ഇപ്പോൾ ഒറ്റ കളർ ഡിസൈൻ ആയതുകൊണ്ട് പെട്ടെന്നൊരു എഫക്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ കുറച്ച് ഭംഗിയാക്കാം, വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് ഭംഗിയാക്കാമെന്ന് കൂടി നോക്കാം. ഇവിടെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഡാർക്ക് ലാവൻഡർ കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ ഒത്തിരി ടൈമൊന്നും എടുക്കില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ട സാരിയാണ്, അതായത് ഒരു 3 days ഒക്കെ കൊണ്ട് ഫിനിഷ് ചെയ്യേണ്ട സാരിയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുവാണെങ്കിലാണ് 3 days ഒക്കെ എടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 1 day കൊണ്ടൊക്കെ നമുക്കൊരു സാരി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലും ജോലി ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടൊക്കെ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അവിടെ സാരി റെഡിയാക്കി വെച്ചിട്ട് ത്രെഡെല്ലാം എടുത്ത് വെക്കുക. അങ്ങനെയാണ് ഞാനും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ അപ്പോഴെല്ലാം വേഗം ചെന്നിരുന്നിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കമൻസിലൂടെ അതെല്ലാം പറയുക. എന്നാലും എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്രിസ്മസ് സാരീസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.